വിദേശത്ത് ഓയിൽ കമ്പനിയിലേക്ക് വ്യാജ വിസ നൽകി പണം തട്ടിയെടുത്ത പ്രതിപിടിയിൽ വ്യാജ വിസ നൽകി തൃശൂർ സ്വദേശികളായ 2 യുവാക്കളിൽ നിന്ന് 5.5 ലക്ഷം രൂപ വീതമാണ് തട്ടിയത്. തിരുവനന്തപുരം സ്വദേശിയായ വിൻസ് ആണ് ഈ തട്ടിപ്പ് കേസിൽ പിടിയിലായിരിക്കുന്നത്. MS ലിഷോയ് ഉണ്ടോ? ലിഷോയ്, കൂടുതൽ പേരെ ഇയാൾ പറ്റിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്നാണ് ഈ പരാതി വന്നത്? പരാതി വന്നത് 2023-ലാണ്. 2022-ലായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. അതായത് വിദേശത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് വകുപ്പ്, അതായത് ഓയിൽ ഖനനം നടത്തുന്ന കമ്പനികളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലെ ആളുകളെ സമീപിച്ചത്. ഇത് ഗിരീഷ് എന്ന് പറയുന്ന പാലക്കൽ സ്വദേശിയെയാണ് ആദ്യം ഇയാൾ പറ്റിച്ചത്. വിൻസ് ഈ ഗിരീഷിനെ പാലക്കലുള്ള ഒരു സ്ത്രീ മുഖാന്തരം പരിചയപ്പെടുകയായിരുന്നു. അതിനുശേഷം ആ സ്ത്രീ ആണ് ഈ ഗിരീഷ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ പരിചയപ്പെടുന്നത്. ഇവരൊക്കെ തന്നെ ഈ ജോലി നൽകുന്ന റിക്രൂട്ടറാണ് എന്നുൾപ്പെടെയുള്ള ഒരു മേൽവിലാസത്തിലാണ് ഇവരുമായി പരിചയപ്പെടുന്നത്. അങ്ങനെ ഈ വിസ ആദ്യം നൽകുകയായിരുന്നു ഉണ്ടായത്. വിസ വാട്സപ്പ് മുഖാന്തരം അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിസ നൽകിക്കൊണ്ട് ആദ്യം വാട്സപ്പ് സന്ദേശം അയച്ചു. എന്നാൽ ഈ വിസ വ്യാജ വിസയായിരുന്നു. ഈ വിസ വാട്സപ്പിൽ മുഖേന അയച്ചു നൽകിയതിന് ശേഷം ഓരോരുത്തരിൽ നിന്നും 5 ലക്ഷം രൂപ വീതമൊക്കെ തന്നെ ഇയാൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പല ആളുകളിൽ നിന്നായി 2.5 കോടിയിലധികം രൂപ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വിവിധ മേഖലകളിൽ നിന്ന് പരാതികളൊക്കെ തന്നെ ഇയാളെക്കുറിച്ചുണ്ടായിരുന്നു. വിസ നൽകുക മാത്രമല്ല, എയർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിമധ്യേയാണ് ഒരു ദിവസം ഈ പണം നൽകിയവരെ വിളിച്ചു പറയുന്നത് ഇത്തരത്തിൽ ഈ യാത്ര നീട്ടിവെച്ചിട്ടുണ്ട്, അത് തൊട്ടടുത്ത ദിവസം ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പുതിയ ടിക്കറ്റും വിസയും ഒക്കെ തന്നെ അയച്ചു നൽകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഈ പോയ ഉദ്യോഗാർത്ഥികൾ തിരിച്ചു വരുന്നു. പക്ഷേ പിന്നീട് ഇയാളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. അങ്ങനെ വലിയ തോതിലുള്ള ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പോലീസിൽ പരാതി നൽകി. കുറേ നാളുകളോളം ഇയാൾ ഒളിവിൽ കഴിയുകയും ഒക്കെ തന്നെ ചെയ്തു. ഒടുവിലാണ് ഇപ്പോൾ ചേർപ്പ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾക്ക് ഈ പണം തട്ടിപ്പിന് ഒരു സഹായം നൽകിയ സ്ത്രീയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.